friends, it's me Amaluz. Welcome to my channel. അപ്പം നമ്മൾ ഇന്നൊരു പുതിയൊരു ബോട്ടിൽ ആർട്ട് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് ബോട്ടിൽ ആർട്ട് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് കണ്ടോ. അപ്പോൾ ഇതേപോലെ ഒരു ബോട്ടിലാണ് ഞാൻ ഇന്ന് ആർട്ട് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും, ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഞാൻ ഇത് ചെയ്തേക്കുന്നത് ലീഫാണ്. ഇപ്പം ഞാൻ ഇത് ഏത് ലീഫാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളൊരു ചെടിയുണ്ടല്ലോ, തിരിഹൃദയം എന്ന് പറയുന്നത്, നമ്മുടെ ഇവിടെയൊക്കെ തിരിഹൃദയം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ ഇല എടുത്തിട്ട് ഞാൻ ഇതുപോലെ നമ്മുടെ അക്രിലിക് പെയിൻറ്റില്ലേ, അത് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് അതിൻ്റെ ബാക്കിൽ ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് പഞ്ച് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാനിത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ഇതുപോലെ ബോട്ടിലൊന്ന് ബേസ് കോട്ട് ചെയ്തെടുത്തിരുന്നു. അപ്പോൾ ഞാൻ വൈറ്റ് അക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് അക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ച് ബേസ് കോട്ട് ചെയ്തെടുത്തിരുന്നു. നമുക്ക് 1-2 തവണയൊക്കെ നമ്മൾ ചെയ്തെടുക്കണം, എന്തെങ്കിലും നമുക്ക് ആ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ അത് കുപ്പി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്കാണ് നമ്മൾ ചെയ്യാൻ പോണേ. അപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മുടെ ലീഫിലേക്ക് കൊടുക്കാനായിട്ട് ബ്ലൂ കളറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ബ്ലൂ കളർ നമുക്ക് കുറച്ച് നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ലീഫ്. അപ്പോൾ ഇതേപോലെ ഞാനൊരു ലീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ വേണം നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിൽ അങ്ങനെ അത്ര വരകളൊന്നും വരുന്നില്ല. അപ്പോൾ ബാക്കിലാകുമ്പം കുറച്ച് നന്നായിട്ട് അതിൻ്റെ എന്നാ പറയുന്നത്, നമ്മുടെ ആ വെയിൻസൊക്കെ കറക്റ്റായിട്ട് തെളിഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ പെയിൻറ്റ് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ കുപ്പിയിലേക്ക് പ്രസ് ചെയ്യുമ്പം നല്ലൊരു എന്നാ പറയുന്നത്, നമ്മുടെ അതിൻ്റെ ഒരു ഷേപ്പ് വരും. അല്ലെങ്കിൽ നമ്മുടെ ഇടയ്ക്കുള്ള കറക്റ്റായിട്ടുള്ള ആ ഒരു ലീഫിൻ്റെ ഒരു സ്പേസൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കിലേക്ക് ഇതുപോലെ നമ്മുടെ അക്രിലിക് പെയിൻറ്റ് ബ്ലൂ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ലപോലെ അപ്ലൈ ചെയ്യണം കേട്ടോ. നമ്മുടെ എല്ലാ പോർഷനിലും നന്നായിട്ട് കവർ ചെയ്യുന്ന പോലെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ കുപ്പിയിലേക്കൊന്ന് പഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മുടെ ബോട്ടിലിലേക്ക് എടുത്ത് വയ്ക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ എല്ലാ പോർഷനും കുപ്പിയിൽ ഒട്ടുന്ന പോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാ പോർഷൻസും നന്നായിട്ട് ഇതുപോലെ ഒന്ന് പതിയെ, ഇല അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകരുത്, പതിയെ പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ പെയിൻറ്റ് നമ്മുടെ ബോട്ടിലേക്ക് ആയിക്കോളും, നന്നായിട്ട് ആയിക്കോളും. ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതുപോലെ പതിയെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ നിന്നോ ബാക്കിൽ നിന്ന് എവിടെയെങ്കിലും നമ്മുടെ ആ ടോപ്പിന് കുറച്ച് കൂർത്ത് നിൽക്കുന്നില്ലേ, അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് പൊളിച്ചിങ്ങെടുക്കാം. പതിയെ പൊളിച്ചെടുത്താൽ മതി. അപ്പം നമ്മുടെ പെയിൻറ്റ് നന്നായിട്ട് അതിലേക്ക് വന്നിരിക്കും. കണ്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ബ്രഷ് കൊണ്ടൊന്നും പെയിൻറ്റ് ചെയ്യേണ്ട, നല്ല ആർട്ടുകാരായിരിക്കേണ്ട ഒന്നും ആവശ്യമില്ല. നമുക്കിതുപോലെ ഈസി ആയിട്ട് നമുക്ക് ബോട്ടിൽസ് ഭംഗിയാക്കി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നമുക്ക് വീണ്ടും പെയിൻറ്റ് അപ്ലൈ ചെയ്യുക, വീണ്ടും കുപ്പിയിലേക്ക് അപ്ലൈ ചെയ്യുക. അങ്ങനെ മാത്രം ചെയ്താൽ മതി. ഇത് ഇത്രയും മാത്രമേ നമ്മൾ ബോട്ടിൽ ചെയ്യുന്നുള്ളൂ, വേറെ അധികമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ വിരലുകളിലൊക്കെ പെയിൻറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കുപ്പിയിലേക്ക് പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ലീഫ് മാത്രം നമ്മളിതുപോലെ വെച്ച് കൊടുത്ത് പ്രസ് ചെയ്തെടുക്കുകയോ ചെയ്യാവുള്ളൂ. അപ്പോൾ വിരലിലെ പെയിൻറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഒരു എന്നാ പറയുന്നത്, വൃത്തികേടായിട്ടിരിക്കും. അപ്പോൾ അത് വരാതെ സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ 2 ലീഫ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്.
ഞാനിപ്പം ഹൃദയത്തിൻ്റെ ഇല എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കാണാൻ കുറച്ച് ഭംഗിയുള്ള ഇലകൾ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ബോട്ടിൽ ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഏത് ഇല വെച്ച് വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെയാണ് ചെയ്തെടുത്തേക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് ആർക്കും അറിയാൻ മേലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന, എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മൗത്തിലേക്ക് ഇതുപോലെ നമ്മളൊരു നൂലും കൂടി ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അത് വെറുതെ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ മൗത്തൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. കണ്ടോ? അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ ബോട്ടിൽ വരുന്നത്. എന്ത് ഭംഗിയാണ് കാണാനല്ലേ? അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ ഇങ്ങനെയുള്ള ഞാനിടുന്ന ഇതേപോലുള്ള വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ബെല്ലൈക്കൺ കൂടെ അമർത്തിയേക്കണേ. താങ്ക് യു.